ഇന്ന് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ളത് സ്റ്റഡി അബ്രോഡ് എന്ന് പറയുമ്പം 5 പ്രധാനപ്പെട്ട പോയിന്റുകൾ ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെ എന്നാണ്. 1. സെലക്ഷൻ ഓഫ് എ കൺട്രി. 2. സെലക്ഷൻ ഓഫ് എ കോഴ്സ്. 3. ഇൻട്രസ്റ്റ് ടു സ്റ്റഡി ദ കോഴ്സ്. 4. ഔട്ട്കം ഓഫ് ദ കോഴ്സ്. 5. ഫിനാൻഷ്യൽസ്. ഇതല്ലേ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി ഇത് ഓരോന്നോരോന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സെലക്ഷൻ ഓഫ് എ കൺട്രി എന്ന് പറയുമ്പോൾ ഓരോ കുട്ടികൾക്കും ഓരോ രാജ്യങ്ങളായിരിക്കും അവരുടെ പ്രിയപ്പെട്ടത്. അപ്പോൾ അത് ഏത് സെലക്ട് ചെയ്യണമെന്നോ എങ്ങനെ സെലക്ട് ചെയ്യണമെന്നൊക്കെ നമ്മൾ പലപ്പോഴും നമ്മൾ കാണപ്പെടുന്ന ഒരു പ്രവണത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അയൽവക്കത്തെ ഒരു കൂട്ടുകാരൻ്റെയോ അയൽവക്ക നെയ്ബറിൻ്റെയോ അല്ലെ പേരൻസിൻ്റെ ഫ്രണ്ട്സിൻ്റെയോ അല്ലെ എൻ്റെ കൂട്ടുകാർ ഇന്ന കൺട്രി പോയതുകൊണ്ട് ഞാനും ആ കൺട്രി പോകാമെന്നൊക്കെ ആയിരിക്കും കൂടുതലും എല്ലാവരും ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന ഒരു പോയിന്റ്. അതിനുപരിയായിട്ട് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഇന്ന് ഫിംഗർ ടിപ്സിലാണ് ഇൻഫർമേഷൻസ് ഉള്ളത്. ആ ഫിംഗർ ടിപ്സ് നിങ്ങൾ മാക്സിമം ഉപയോഗിക്കുക. ഫിംഗർ ടിപ്സ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇന്ന് യൂട്യൂബ് ഉണ്ട്, പല ചാനൽസ് ഉണ്ട്, പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉണ്ട് നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനായിട്ട്. സോ ഒരു കൺട്രി സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1, ഞാൻ ഈ പോകുന്ന കൺട്രിയിൽ എൻ്റെ ജീവിതകാലം മൊത്തം സെറ്റിൽ ചെയ്യാൻ പറ്റിയ ഒരു കൺട്രി ആണോ എന്ന് നോക്കണം. ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേറൊരു കൺട്രിയിലേക്ക് പോകുന്ന ഇറ്റ്സ് എ റിയലി ഡിഫിക്കൽട്ട് മാറ്റർ. ഐ ഡോണ്ട് തിങ്ക് മെനി പീപ്പിൾ ഹാവ് ഡൺ ദാറ്റ്. സോ ഞാൻ പഠിക്കാൻ പോകുന്ന ആ കൺട്രിയിലായിരിക്കും ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ സെറ്റിൽ ചെയ്യണത്. അപ്പം ഞാൻ ശരിക്കും ആ കൺട്രിയിൽ സെറ്റിൽ ചെയ്യാനാണോ, ആ കൺട്രി എനിക്ക് എന്തൊക്കെ എനിക്ക് മുന്നോട്ട് വെക്കുന്നുണ്ട്, ഇതെല്ലാം നമ്മൾ ചിന്തിക്കേണ്ടതാണ്. സോ ദർ ആർ ലോട്ട് ഓഫ് കൺട്രീസ് ഇൻ ദിസ് വേൾഡ്, ഇല്ലേ? ഇപ്പം പറയുകയാണെങ്കിൽ ഓസ്ട്രേലിയ ഉണ്ട്, UK ഉണ്ട്, കാനഡ ഉണ്ട്, ജർമ്മനി ഉണ്ട്, യൂറോപ്യൻ പല കൺട്രീസും ഉണ്ട്. എല്ലായിടത്തും പോയി സെറ്റിൽ ചെയ്യാവുന്ന കാര്യമാണ്. പക്ഷേ ആർ യു ഇൻട്രസ്റ്റഡ് ടു ഗോ ആൻഡ് സെറ്റിൽ ഇൻ ദാറ്റ് കൺട്രി? ദാറ്റ് ഇസ് എ ഫസ്റ്റ് ക്വസ്റ്റ്യൻ യു ഹാവ് ടു ആസ്ക്. യു ഹാവ് ടു ഫൈൻഡ് എ സൊല്യൂഷൻ. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, വി ക്യാൻ ഗിവ് യു ദ ഓപ്ഷൻസ് ഓഫ് ഡിഫറെൻറ്റ് കൺട്രീസ്. ഒന്നാമത്, അപ്പോൾ ഒരു കൺട്രി സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ കൺട്രി സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയായിരിക്കും നമുക്ക് PR എങ്ങനെയായിരിക്കും കിട്ടുന്നത്, അല്ലെങ്കിൽ നമുക്ക് മൈഗ്രേഷൻ ഓപ്ഷൻ ഉള്ളതാണ്. നമ്മൾ ഈ കൺട്രി ചെന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ഫാമിലിക്ക് ബെനിഫിഷ്യലാണ്. ഇതെല്ലാം ചിന്തിച്ചിട്ടല്ലേ നമ്മളൊരു കൺട്രിയിലേക്ക് നമ്മൾ സെറ്റിൽ ആവാനുള്ള ഒരു പദ്ധതി വരുന്നത്. ഓക്കെ, അപ്പം ഒരു കൺട്രി സെലക്ട് ചെയ്തു. അപ്പം പിന്നെ അടുത്ത ചോദ്യം വരുന്നത്, എനിക്ക് ആ കൺട്രി പോകാനുള്ള ഒരു മാർഗം എന്താണ്? ഒരു കൺട്രിയിലേക്ക് പോകാനുള്ള 2 മാർഗമാണുള്ളത്. 1 മൈഗ്രേഷൻ, 2 സ്റ്റഡി അബ്രോഡ്. മൈഗ്രേഷൻ എന്ന് പറയുമ്പം അതൊരു വേറൊരു പോയിന്റ് തന്നെയാണ്. അത് ഞാൻ വീണ്ടും അടുത്ത വീഡിയോയിലേക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. പക്ഷേ മൈഗ്രേഷൻ എന്ന് പറയുമ്പോൾ അത് ഒരു പ്രൊഫഷണൽ ആയിരിക്കണം. ആ പ്രൊഫഷണലിൽ നമ്മൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, നമ്മൾക്ക് അതിനുള്ള ബാക്ക്ഗ്രൗണ്ട്സ് ഉണ്ടായിരിക്കണം, നമ്മളതിൻ്റെ പല തട്ടുകളിൽ നമ്മൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയ പോയിന്റ്സ് മീറ്റ് ചെയ്താൽ മാത്രമേ മൈഗ്രേഷനിലേക്ക് നമ്മൾ സക്സസ് ആവത്തുള്ളൂ. അപ്പോൾ മൈഗ്രേഷൻ അല്ലാതെ പിന്നെ നമ്മൾക്കുള്ളത്, മൈഗ്രേഷനിൽ സക്സസ് ആവുന്നില്ലെങ്കിൽ പിന്നെ നമുക്കുള്ളത് സ്റ്റഡി അബ്രോഡാണ്. സ്റ്റഡി അബ്രോഡിൽ നമുക്ക് പല ക്രൈറ്റീരിയാസ് ഉണ്ട്. പക്ഷേ ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് +2 അല്ലെങ്കിൽ ഒരു ഡിഗ്രി കഴിഞ്ഞ മാസ്റ്റേഴ്സ് കഴിഞ്ഞ ഒരാൾക്ക് സ്റ്റഡി അബ്രോഡിന് പോകണമെങ്കിൽ എങ്ങനെ പോകാം. അപ്പോൾ സെലക്ഷൻ ഓഫ് എ കോഴ്സ് ഇസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. അപ്പം 1 കൺട്രി സെലക്ട് ചെയ്തു. 2 ഒരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പം ചിന്തിക്കേണ്ടത്, ഞാൻ പോകുന്ന കൺട്രിയിൽ ഈ പറയുന്ന കോഴ്സ് സെറ്റിൽ ചെയ്യാൻ പറ്റിയ ഒരു കോഴ്സ് ആണോ എന്ന് നമ്മൾ നോക്കണം. അതിൻ്റെ അർത്ഥം, അതിൻ്റെ മറുവശത്ത് പല കോഴ്സുകളും സെറ്റിൽ ചെയ്യാൻ പറ്റാത്തതായിരിക്കും, PR ലിസ്റ്റിൽ ഇല്ലാത്തതായിരിക്കും. സോ യു ഹാവ് ടു റിയലി അണ്ടർസ്റ്റാൻഡ് വെദർ the course you are selecting is going to make you settle in that country. So I hope that is very clear, അല്ലേ? അപ്പോൾ സെലക്ഷൻ ഓഫ് എ കൺട്രി, സെലക്ഷൻ ഓഫ് എ കോഴ്സ് നമ്മളായി. 3ാമത്തത്, ഞാൻ ഇൻട്രസ്റ്റ് സ്റ്റഡി ചെയ്ത കോഴ്സ്. 3ാമത്തെയാണ് ഏറ്റവും വലിയ പോയിന്റ്. ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു സമൂഹത്തിൽ, അതായത് ഏറ്റവും പ്രോബ്ലം എന്ന് വെച്ചാൽ, ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ജോലി കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഈ ജോലി കിട്ടാത്തതിൻ്റെ കാരണം എന്തായിരിക്കും? 1, എത്രമാത്രം സ്കോപ്പ് ഉണ്ടെന്നൊന്നും നമ്മൾ നോക്കിയിട്ടില്ല ആ പഠിക്കാൻ പോയപ്പോൾ. ഈ ഇൻട്രസ്റ്റ്, നമ്മൾക്ക് അത് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ഇത് പഠിക്കാൻ.
അതും നമ്മൾ ചിന്തിച്ചിട്ടില്ല. എൻ്റെ പേരൻസ് പറഞ്ഞു, അല്ലെ എൻ്റെ ഫ്രണ്ട്സ് ഇന്ന കോഴ്സിന് പോയത് കൊണ്ട് ഞാൻ ഈ കോഴ്സിലേക്ക് പോയി എന്നാണ് പലപ്പോഴും ഞാൻ കേൾക്കുന്ന ഒരു പോയിന്റ്. സോ യു റിയലി ഹാവ് ടു ഡു സം റിസർച്ച്. ദ കോഴ്സ് വിച്ച് യു ആർ ഗോയിങ് ടു സെലക്ട്, അതെനിക്ക് പഠിക്കാൻ പറ്റുമോ? നമ്മൾക്ക് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് ഇന്ന കോഴ്സിന് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, ഏതൊക്കെ കോർ യൂണിറ്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിനെപ്പറ്റി നിങ്ങളൊരു റിസർച്ച് നടത്തണം. നിങ്ങൾ എന്നിട്ട് അത് പഠിക്കാൻ പറ്റുക, നിങ്ങൾക്ക് സിമ്പിൾ ആണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ നമ്മൾക്കത് പഠിച്ചു കഴിഞ്ഞാൽ ഓക്കെയാണ്, എനിക്കിത് പഠിക്കാൻ പറ്റുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ദെൻ യു ക്യാൻ സെലക്ട് ദാറ്റ് കോഴ്സ്. പഠിക്കാൻ പറ്റാൻ ബുദ്ധിമുട്ടാണെങ്കിൽ റാദർ ദാൻ ഞാൻ ഇന്ന സ്ഥലത്ത് ചെന്നിട്ട് പിന്നെ ഞാൻ കോഴ്സ് മാറ്റിക്കോളാം, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് ഇൻ ഒരു പ്രോപ്പർ വേ അല്ല. സോ റാദർ make sure that you take a course which you can really study. So country selection ആയി, course selection ആയി, ഇൻട്രസ്റ്റ് ടു സ്റ്റഡി ദ കോഴ്സ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരു കോഴ്സ് സെലക്ട് ചെയ്യണം. ഈ പോയിന്റ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണം. അത് ഒരു റൊട്ടേഷനാണ്. അത് കഴിഞ്ഞ് അതിലേക്ക് സെറ്റിലായി കഴിഞ്ഞ് നാലാമത്തെ പോയിന്റാണ്, ഞാൻ ഈ പഠിക്കാൻ പോകുന്ന കോഴ്സും കൊണ്ട് വാട്ട് വിൽ ഐ ബിക്കം അല്ലേ? ഫോർ എക്സാമ്പിൾ, നമ്മൾ നഴ്സിംഗിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളൊരു നേഴ്സാവും. പക്ഷേ നേഴ്സ് മാത്രമാണാവുന്നത്. നമ്മൾ അത് മാത്രമല്ല ചിന്തിക്കേണ്ടത്. നമ്മളുടെ കരിയറിൽ ബൈ ദ ടൈം യു എൻഡ് യുവർ കരിയർ, റിട്ടയർ ആവുന്ന സമയത്ത് വാട്ട് ഈസ് എ പൊസിഷൻ യു ആർ ഗോയിങ് ടു അച്ചീവ്? പല പൊസിഷൻസ് കാണും ഇല്ലേ? നഴ്സിംഗ് ഉണ്ട്, നഴ്സിംഗ് ഡയറക്ടേഴ്സ് ഉണ്ട്, നഴ്സിംഗ് സൂപ്പർവൈസേഴ്സ് ഉണ്ട്, പല പൊസിഷനിലേക്ക് നമുക്ക് എത്തിപ്പെടാം. സിമിലർലി വേറൊരു പ്രൊഫഷൻ എടുക്കുകയാണ്, എൻജിനീയറിംഗ് എടുത്തു കഴിഞ്ഞാൽ എൻജിനീയറിങ്ങിൻ്റെ ഞാൻ അവസാനം ഞാൻ എന്താവും, ഞാൻ ഏത് പൊസിഷൻ വരെ എത്താൻ പറ്റും, അത് നമ്മൾ അതും കൂടെ നമ്മൾ ഇപ്പോഴേ പ്ലാൻ ചെയ്തിട്ട് വേണം പോകാൻ. അതുപോലെ ചുമ്മാ നമുക്ക് ഒരു കോഴ്സ് എടുത്ത് അല്ലെങ്കിൽ ഞാൻ ഇത് പഠിക്കാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ നോക്കിക്കോളാം എന്നുള്ളതല്ല. സോ യു ഹാവ് ടു റിയലി പ്ലാൻ ഓൾ ദീസ് തിങ്സ്. അപ്പോൾ ഈ പ്ലാനിങ്ങിനെല്ലാം എന്നെപ്പോലെയുള്ള ആൾക്കാർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ MWT പോലെയുള്ള സ്ഥാപനങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്, വി വിൽ ബി ഗൈഡിങ് യു, വി വിൽ ബി ഹെൽപ്പിംഗ് യു ടു മേക്ക് ഷുവർ ദാറ്റ് യു സെലക്ട് ദ റൈറ്റ് കോഴ്സ്. ഓക്കെ, റാദർ ദാൻ ടേക്കിംഗ് എനി കോഴ്സ് ആൻഡ് ഗോയിങ് ദെയർ ആൻഡ് ദെൻ പിന്നെ നമ്മളുടെ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. ഞാൻ എടുത്തത് തെറ്റിപ്പോയി, ഞാൻ ഇനി അത് പിന്നെ ആദ്യം മുതൽ എത്ര രൂപ നമുക്ക് സ്പെൻഡ് ചെയ്യണം ഇല്ലേ? സോ make sure that you have a clarity on what you are going to become after taking this course. So that is a major point which you have to. ഇനിയുള്ളതാണ് ഏറ്റവും ഫൈനൽ പോയിന്റ്, ഫിനാൻഷ്യൽസ്. ഓക്കെ, ഈ ഫിനാൻഷ്യൽസ്, ഈ ആദ്യത്തെ 4 പോയിന്റ് 100%, 90% സ്റ്റുഡൻസ് ആയിരിക്കണം റിസർച്ച് ചെയ്യേണ്ടത്. 10% പേരൻസിൻ്റെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ പോലെയുള്ളവർക്ക് സപ്പോർട്ട് കാണും. പക്ഷെ 5ാമത്തെ പോയിന്റിൽ 2 പേര് ഇവിടെ തീരുമാനം എടുക്കേണ്ടതുണ്ട്. 1 സ്റ്റുഡൻറ്റ്, 2 പേരൻസ്. കാരണം ഈ ഒരു സമയത്താണ് പേരൻസിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് വരുന്നത്. എന്താണ് ഇമ്പോർട്ടൻസ് വരുന്നത്? പേരൻസിന് ഫിനാൻഷ്യൽ, അതായത് അവരുടെ ഫീസ് കൊടുക്കലോ അല്ലെങ്കിൽ ഫണ്ട് റേസ് ചെയ്യുന്നത്. സോ അവർ തീരുമാനം എടുക്കണം. ഞാൻ എൻ്റെ ഈ കുട്ടിയെ വിടുന്നുണ്ടെങ്കിൽ അവരുടെ ഫസ്റ്റ് സെമിസ്റ്റർ ഫീസ് മാത്രമേ ഞാൻ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. സിമിലർലി ഒരു സ്റ്റുഡൻറ്റും തീരുമാനം എടുക്കണം, ഞാൻ പേരൻസ് ഫണ്ടൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട്, പക്ഷേ ഞാൻ മാക്സിമം ഒരു ഫസ്റ്റ് സെമിസ്റ്റർ ഫീസ് മാത്രമേ ഞാൻ ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കത്തുള്ളൂ. അതിൻ്റെ അർത്ഥം അപ്പോൾ ബാക്കിയുള്ള ഫീസ് എന്ത് ചെയ്യും? സോ വി ഹാവ് ടു വർക്ക്, ഇസ്ൻ്റ് ഇറ്റ്? അപ്പോൾ നമ്മൾ പോകുന്ന കൺട്രിയിൽ നമുക്ക് പാർട്ട് ടൈം ജോബ്സ് ഉള്ള ഒരു കൺട്രി വേണം സെലക്ട് ചെയ്യാനായിട്ട്. ആമ്പിളായിട്ട് പാർട്ട് ടൈം ജോബ്സ് കിട്ടുന്ന ഒരു കൺട്രി വേണം സെലക്ട് ചെയ്യാനായിട്ട്. ഞാൻ പാർട്ട് ടൈം ജോലി ചെയ്യാൻ ഞാൻ റെഡി ആയിരിക്കണം. അല്ലാതെ ഞാൻ ഇവിടെ വീട്ടിൽ എല്ലാ കാര്യവും എൻ്റെ പേരൻസ് ചെയ്തു തരുന്നതുകൊണ്ട്, നമ്മളുടെ പേരൻസ് എല്ലാവരും അങ്ങനെ തന്നെയാണ്, എൻ്റെ പേരൻസും അങ്ങനെയായിരുന്നു, ഞാനും ഒരു പേരൻ്റാണ്, എൻ്റെ പിള്ളേരോട് ഞാൻ അങ്ങനെ അവർ പിന്നെ ചെയ്തോളും അങ്ങനെയല്ല. വി ഹാവ് ടു പ്രിപ്പയർ ഫ്രം നൗ ഇറ്റ് സെൽഫ് ദറ്റ് അവിടെ പോയി സർവൈവ് ചെയ്യണമെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യേണ്ടതുണ്ട്. ഫുഡ് പ്രിപ്പറേഷൻ ഉണ്ടാവും, ഇതെല്ലാം നമ്മൾ ചെയ്യണം. സോ മാത്രമല്ല, നമ്മളവിടെ പാർട്ട് ടൈം ജോലി ചെയ്തുകൊണ്ട് വേണം നമുക്കിതെല്ലാം പഠിക്കാനായിട്ട്. അങ്ങനെ തീരുമാനം എടുത്താൽ മാത്രമേ നമ്മൾക്ക് ഈ സ്റ്റഡി അബ്രോഡ് സക്സസ് ആവത്തുള്ളൂ. ഓക്കെ, സോ ഫസ്റ്റ് സെമിസ്റ്റർ ഫീസ് മാത്രമല്ല, സെക്കൻഡ് സെമിസ്റ്റർ ഫീസ് മുതൽ ഞാൻ പാർട്ട് ടൈം ഹാർഡ് വർക്ക് ചെയ്യണം, ഞാൻ പഠിക്കുകയും ചെയ്യണം. കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് സെമിസ്റ്ററിലേക്ക് പോകാനും പറ്റത്തുള്ളൂ. കൂടാതെ
സ്റ്റേ ബാക്ക് ആണ് എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു ഏറ്റവും വലിയ ആകർഷിക്കുന്ന ഒരു പോയിന്റ്. സ്റ്റേ ബാക്ക്. ഞാൻ ഇന്ന കൺട്രി പോയി എനിക്ക് ഇവിടെ 4 years സ്റ്റേ ബാക്ക് ഉണ്ട്. ഇപ്പോൾ ഓസ്ട്രേലിയ നോക്കുകയാണെങ്കിൽ 5+ സ്റ്റേ ബാക്ക് ഉണ്ട്. അപ്പോൾ എല്ലാവരുടെയും ധാരണ എന്താണെന്ന് പറഞ്ഞാൽ സ്റ്റേ ബാക്ക്, ഞാൻ ഈ കോഴ്സ് പോയി കഴിഞ്ഞാൽ എനിക്ക് സ്റ്റേ ബാക്ക്. അങ്ങനെയല്ല. കോഴ്സ് കംപ്ലീഷൻ ആയാൽ മാത്രമേ സ്റ്റേ ബാക്കിന് നിങ്ങൾ എലിജിബിൾ ആവത്തുള്ളൂ. സോ സ്റ്റേ ബാക്കിൽ എലിജിബിൾ ആവണമെങ്കിൽ നമ്മൾ പഠിക്കുകയും കൂടെ ചെയ്യണം. പഠിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ സെറ്റിൽ ചെയ്യണമെന്ന് അല്ല, അവിടെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നമ്മൾ പാർട്ട് ടൈം ജോലി ചെയ്യണം. സോ പാർട്ട് ടൈം ജോലി എന്തൊക്കെയാണെന്നുള്ളതിന് ഞാൻ വേറൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. സോ ഈ ഒരു 5 പോയിന്റ് ഐ തിങ്ക് ഇറ്റ് ഈസ് വെരി മച്ച് ക്ലിയർ ടു യു. ഐ ഹോപ്പ് ദിസ് വീഡിയോ വിൽ ബി റിയലി യൂസ്ഫുൾ ടു യു. ആണെങ്കിൽ ഷുവറായിട്ടും നിങ്ങളത് കമൻറ്റ് ചെയ്യണം. സോ ഞാൻ ഒന്നുകൂടെ സമ്മറൈസ് ചെയ്യാം. ഫസ്റ്റ് വൺ, സെലക്ഷൻ ഓഫ് എ കൺട്രി. സെക്കൻഡ്, സെലക്ഷൻ ഓഫ് എ കോഴ്സ്. 3, ഇൻട്രസ്റ്റ് ടു സ്റ്റഡി. 4, what outcome of the course. 5th, financials. So I hope it's more clear to you. അല്ലെങ്കിൽ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്. യു ക്യാൻ കം ടു അവർ ഓഫീസ് ഫോർ എ ഫ്രീ കൗൺസിലിംഗ്. ഓക്കെ, ഇത് ഓരോരുത്തരോടും ഞാനിതുപോലെ ജനറൽ ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. ഐ എക്സ്പെക്ട് candidates to come to me. We can have a free counseling session. Because ഓരോരുത്തരുടെയും ചോയ്സ് അനുസരിച്ചും ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചും എനിക്ക് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പറ്റും, എൻ്റെ ടീമിന് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പറ്റും. സോ ഐ എക്സ്പെക്ട് യു ടു കം ടു അവർ ഓഫീസ്. MWT ഓഫീസിലേക്ക് വരിക, നിങ്ങൾക്ക് ഗൈഡൻസ് വാങ്ങിക്കുക, ഫ്രീ കൗൺസിലിംഗ് വാങ്ങിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ, ഡ്രീം കരിയർ എത്താനുള്ള എല്ലാ മാർഗങ്ങളും ഞങ്ങൾ ഗൈഡ് ചെയ്യുന്നതായിരിക്കും. ഒരു കൺട്രി സെലക്ഷൻ ആണെങ്കിലും ശരി, ഒരു കോഴ്സ് സെലക്ഷൻ ആണെങ്കിലും ശരി, നിങ്ങളുടെ ഫിനാൻഷ്യൽസ് എന്നുള്ള എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഗൈഡൻസ് ആണെങ്കിലും ശരി, ഇതെല്ലാം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഐ ഹോപ്പ് this video will really help you out. So do not forget to comment. If it is really interesting, do comment so that it will be a really motivation for me to do more videos. Thank you.